അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വാതന്ത്ര്യദിന മൈതാനത്തൊരു വെള്ളിയാഴ്ച കെയ്റോ നഗരമധ്യത്തിൽ ഒരു വലിയ മൈതാനത്തിൻ്റെ പേരാണ് തഹ്രീർ സ്ക്വയർ. അന്ന് ആ മൈതാനത്ത് 16 കണക്കിന് ആളുകൾ തടിച്ചുകൂടി. അവരുടെ മുഖത്ത് ഭയമില്ല, പകരം പ്രതീക്ഷ മാത്രം. ഞങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കണം എന്ന മുദ്രാവാക്യം തെരുവുകളിൽ മുഴങ്ങിക്കേട്ടു. അവരെല്ലാം കാത്തിരുന്നത് പ്രത്യേക അതിഥിയാണ്. നീണ്ട 50 വർഷത്തിന് ശേഷം ആ മഹാൻ വീണ്ടും ഈജിപ്തിൻ്റെ മണ്ണിൽ കാലുകുത്തിയ ദിവസമാണ് 2011 ഫെബ്രുവരി 18. അതെ, അദ്ദേഹമായിരുന്നു ഡോക്ടർ യൂസുഫ് അൽ ഖർളാവി. ആധുനിക ഇസ്ലാമിക ലോകത്തെ നവോത്ഥാന നായകന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം, ഡോക്ടർ ഖർളാവി. ഈജിപ്തിലെ ജുമാ ഖുതുബ നടത്താൻ വേണ്ടിയാണ് അദ്ദേഹം അവിടെ എത്തിയത്. ലൗഡ് സ്പീക്കറിൽ അദ്ദേഹത്തിന് ശബ്ദം മുഴങ്ങി, ഈജിപ്ത് ജനങ്ങളെ, നിങ്ങൾ ഇന്ന് എഴുതുന്നത് ചരിത്രമാണ്. നീതിക്ക് സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിങ്ങൾ ഉയർത്തെഴുന്നേറ്റു. ഭയപ്പെടരുത്, അള്ളാഹു കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവർക്ക് ശക്തി പകർന്നു. 1926 സെപ്റ്റംബർ 9 ഈജിപ്തിലെ അൽ ഗർബിയ ജില്ലയിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. 2-ാം വയസ്സിൽ പിതാവ് മരണപ്പെട്ടു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ചെറുപ്പത്തിൽ ഉപ്പ നഷ്ടപ്പെട്ടു. 9-ാം വയസ്സിൽ ഖുർആൻ പൂർണ്ണമായി മനഃപ്പാഠമാക്കി. ഇൻഷാ അല്ലാഹ് ഹാബിസ് സ്കൂളിൽ പഠിക്കുന്ന ഓരോ മക്കളും കാണുന്ന ഒരു സ്വപ്നം. ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് പ്രസ്ഥാനം അംഗമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് പ്രസ്ഥാനം അദ്ദേഹത്തിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം അതിലെ അംഗമായി. അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറബി ഭാഷയിൽ 1ാം റാങ്കോടെയാണ് ബിരുദം നേടിയത്. ബിരുദാനന്തര ബിരുദവും ഇസ്ലാമിക് ബാങ്കിങ്ങിൽ ഡോക്ടറേറ്റും നേടി. പഠനത്തിനു ശേഷം ഈജിപ്തിലെ മതകാര്യ വകുപ്പ് മേധാവിയായി. ഇതിലൊന്നും ഒതുങ്ങിക്കൂടാതെ ഇൻ്റർനാഷണൽ ചാനലുകളായ അൽ ജസീറ, ഖത്തർ TV എന്ന ഈ ചാനലുകളിൽ അദ്ദേഹം പ്രഭാഷണങ്ങൾ നടത്തി. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഗ്ലോബൽ മുഫ്തി അല്ലെങ്കിൽ ആഗോള പണ്ഡിതൻ എന്ന പേര് ലഭിച്ചത്. വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഷെയ്ഖ് ഖർളാവി 100-ലധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫിഖ്, സക്കാത്ത്, വൽ ഹലാൽ വൽ ഹറാം ഫിൽ ഇസ്ലാം, അസ്ഹത്തുൽ ഇസ്ലാമിയ എന്ന ഈ പുസ്തകങ്ങൾ വളരെ പ്രശസ്തവുമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ എതിർത്ത ഒന്നായിരുന്നു ധൂർത്തവും ദുർവ്യയവും. ഇസ്ലാമിക മിതത്വത്തെക്കുറിച്ചുള്ള സമീപനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ എന്നും രേഖപ്പെടുത്തിയിരുന്നു. ഇസ്ലാമിക കാഴ്ചപ്പാടുകളെ തെറ്റായി ചിത്രീകരിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ തുടച്ചു നീക്കാൻ യൂസുഫ് അൽ ഖർളാവി എന്നും പരിശ്രമിച്ചിരുന്നു. ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ജനാധിപത്യ ഭരണത്തെയായിരുന്നു അദ്ദേഹം പിന്തുണച്ചിരുന്നത്. ആരും മറക്കാനിടയില്ലാത്ത അറബ് വസന്തത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ വിപ്ലവങ്ങളെല്ലാം അദ്ദേഹം ശക്തമായി പിന്തുണച്ചിരുന്നു. നമുക്ക് അദ്ദേഹത്തിന് വിപ്ലവ പണ്ഡിതൻ എന്നും കൂടി വിളിക്കാം. ഖർളാവി ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഫലസ്തീനികളെ, ഗസയിലെ കുഞ്ഞുങ്ങളെ കണ്ട് വിങ്ങിപ്പൊട്ടുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം ഫലസ്തീനു വേണ്ടി ഒരുപാട് ശബ്ദമുയർത്തി. ഇത്രയ്ക്ക് ഇസ്ലാമിനു വേണ്ടി ജീവിതം മാറ്റിവെച്ചിട്ടും അദ്ദേഹത്തിന് 30 വർഷത്തിലധികം ഈജിപ്തിൻ്റെ മണ്ണിൽ കാലുകുത്താൻ സമ്മതിച്ചില്ല. വിശ്വസിക്കാൻ കഴിയുന്നില്ല, അല്ലേ? ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് പ്രസ്ഥാനം അംഗമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈജിപ്ത് സർക്കാർ പലതവണ ജയിലിൽ അടച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു വെച്ച ഒരു ജുമാ ഖുതുബയുടെ കഥയില്ലേ, അതൊരു ചരിത്രപ്രധാനമായ ഒരു കഥയായിരുന്നു. ഇതാണ് അദ്ദേഹത്തിന് ലഭിച്ച പ്രധാന അവാർഡുകൾ. നമ്മുടെ കൊച്ചു കേരളത്തിൽ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. 2003 മാർച്ച് 28 അൽ ജാമിയ അൽ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിൽ ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹമായിരുന്നു. ലോക മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മഹാപണ്ഡിതനായ ഡോക്ടർ യൂസുഫ് അൽ ഖർളാവി 2022 സെപ്റ്റംബർ 26 ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മരണം ഇസ്ലാമിക യോഗത്തെ പ്രധാന യുഗത്തിനാണ് അദ്ദേഹം കുറിച്ചത്. ഞാൻ മുസ്ലിം പണ്ഡിതന്മാരെ കുറിച്ച് തെരഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. ഇദ്ദേഹം വഴിതെളിയിച്ച സന്ദേശങ്ങളിലൂടെ നമുക്ക് നടക്കാം. സർവശക്തർ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.